വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ അടുത്ത മത്സരം അത് നാളെയാണ്. സൗത്ത് ആഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ. നാളെയാണ് സൂപ്പർ 8 തുടക്കമാവുന്നത്. പക്ഷേ ഇതുവരെ കളിച്ച പോലെ നാളത്തെ മാച്ചിൽ ഇന്ത്യ കളിച്ചാൽ പണി കിട്ടുമെന്നത് ഉറപ്പാണ്. ഇന്ത്യക്ക് ഇതുവരെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. പാകിസ്ഥാനെതിരെ ഇന്ത്യ കളി ജയിച്ചുവെങ്കിലും ഇന്ത്യയുടെ ബാറ്റിംഗ് അത്ര മികച്ചതായിരുന്നില്ല. ചെറിയ ടീമിനെതിരെ പോലും ഇന്ത്യ പതർന്ന കാഴ്ചയാണ് നമ്മൾ വേൾഡ് കപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അഭിഷേക് ശർമ്മയാണെങ്കിൽ കളിച്ച 3 മാച്ചിലും ഡെക്കിലാണ് പുറത്തായത്. ഇപ്പോഴിതാ നാളത്തെ മാച്ചിൽ വലിയ മാറ്റങ്ങളാണ് ഇന്ത്യ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് സഞ്ജുവിന് സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിലവിൽ ഇന്ത്യക്ക് തലവേദനയായിരിക്കുന്നത് ബാറ്റിംഗിന്റെ കാര്യത്തിലാണ്. അഭിഷേക് ശർമ്മ, തിലക് വർമ്മ ഈ 2 താരങ്ങളുമാണ് ഫ്ലോപ്പ് ആയിരിക്കുന്നത്. അഭിഷേക് കളിച്ച എല്ലാ മാച്ചിലും ഡെക്കിലാണ് പുറത്തായത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഓപ്പണിംഗ് വീക്കാണ്. ഈശാനാണെങ്കിൽ മികച്ച കളി കാഴ്ചവെക്കുന്നുമുണ്ട്. എന്നാൽ തിലക് വർമ്മ ടെസ്റ്റാണ് കളിക്കുന്നത്. ഇന്ത്യയുടെ ബാറ്റിംഗ് അമ്പെ പരാജയമായിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്ക മികച്ചൊരു ടീമാണ്. അതുകൊണ്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ കളിച്ച പോലെ സൗത്ത് ആഫ്രിക്കൻ ടീമിനെതിരെ കളിച്ചാൽ ഇന്ത്യ തോൽക്കുമെന്നത് ഉറപ്പാണ്. ഇപ്പോഴിതാ ഗൗതം ഗംഭീർ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നാളത്തെ മാച്ചിൽ സഞ്ജു കളിക്കുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. ചിലപ്പോൾ അഭിഷേകിന് പകരം സഞ്ജു ആയിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ തിലക് വർമ്മയ്ക്ക് പകരം സഞ്ജു 3-ാം നമ്പറിൽ കളിക്കും. ഈ 2 ഓപ്ഷനാണ് ഇപ്പോൾ ടീം മാനേജ്മെന്റ് ചർച്ച ചെയ്യുന്നത്. അഭിഷേക് കളിച്ച എല്ലാ കളിയിലും ഡെക്കായാലും ഏത് നിമിഷം വേണമെങ്കിലും ആക്രമണ ബാറ്റിംഗ് പുറത്തെടുക്കാൻ സാധിക്കുന്ന താരമാണ് അഭിഷേക്. ചിലപ്പോൾ അഭിഷേകിനെ നിലനിർത്തി തിലക് വർമ്മയായിരിക്കും ടീമിൽ നിന്ന് ഒഴിവാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ സഞ്ജുവിനെ 1 ഡൗണിൽ കളിക്കാം. എന്തായാലും സഞ്ജുവിന് നാളെ സ്ഥാനം കിട്ടുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. ആരായിരിക്കും പ്ലേയിങ് ഇലവനിൽ നിന്ന് പുറത്താകുന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. അപ്പോൾ നാളത്തെ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ നോക്കാം. അഭിഷേക്, ഇഷാൻ, സഞ്ജു, സൂര്യ പാണ്ഡ്യ, ശിവൻ ദുബെ, അക്സർ പട്ടേൽ, റിങ്കു സിംഗ്, ബുംറ, അർഷദീപ് സിംഗ്, വരുൺ ചക്രവർത്തി. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.